ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രപഞ്ചത്തിലെ ജീവനുള്ള ഒരേ ഒരു ഗ്രഹം, പച്ചപുതച്ച് ജൈവ വൈവിധ്യ സമ്പന്നതയാൽ അനുഗ്രഹീതമായ ഗ്രഹം നമ്മുടെ ഭൂമി. എന്നാൽ ഇന്ന് പച്ചപുതച്ചിരുന്ന ഇടമെല്ലാം മരുഭൂമിയായി മാറുകയാണ്. ജൈവ വൈവിധ്യ സമ്പന്നതയൊക്കെ ഇന്ന് കൊടും ഭീഷണി നേരിടുകയാണ്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ പോലും ഇത് ഹാനികരമായി ബാധിച്ചിരിക്കുന്നു. ഇതിനെല്ലാം കാരണം മനുഷ്യരുടെ ചില പ്രവൃത്തികളാണ്. ഈ അവസരത്തിലാണ് ഈ ദിനത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് സെപ്റ്റംബർ 16, ലോക ഓസോൺ ദിനം. വെയിലിൽ നിന്നും രക്ഷ നേടാനാണ് നാം കുട ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്നും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ് ഓസോൺ. ഭൂമിയുടെ അന്തരീക്ഷത്തെ 4ആയി തിരിച്ചിരിക്കുന്നു. അതിലെ രണ്ടാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ പാളി നേരത്തെ കനം കുറയുന്ന അവസ്ഥയെയാണ് ഓസോൺ പാളിയിലെ ദ്വാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വെയിലിൽ നിന്നും രക്ഷ നേടാനാണ് നാം കുട ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു കവചമായി നിൽക്കുന്ന പാളിയാണ് ഓസോൺ. ഭൂമിയുടെ അന്തരീക്ഷത്തെ 4ആയി തിരിച്ചിരിക്കുന്നു. അതിലെ രണ്ടാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ പാളി നേരത്തെ കനം കുറയുന്ന അവസ്ഥയെയാണ് ഓസോൺ പാളിയിലെ ദ്വാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരം ദ്വാരങ്ങളിലൂടെ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കുകയും ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുകയും ചെയ്യുന്നു. എന്താണ് ഓസോൺ പാളിക്ക് നാശമുണ്ടാകാൻ കാരണം? ഫാക്ടറികളിൽ നിന്നും ഉയരുന്ന പലതരം രാസവസ്തുക്കൾ അടങ്ങിയ വാതകങ്ങളാണ് ഓസോൺ പാളിയെ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നാം ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, AC, അഗ്നിശമന ഉപകരണങ്ങൾ, സ്പ്രേകൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ, കാർബൺ ടെട്രാക്ലോറൈഡ് തുടങ്ങിയവയും റോക്കറ്റുകളും വിമാനങ്ങളും പുറംതള്ളുന്ന പലതരം വാതകങ്ങളും ആഗോളതാപനവും ഹരിതഗൃഹ വാതകങ്ങളും ഓസോൺ പാളിയെ നശിപ്പിക്കുന്നു. ഇങ്ങനെ ഭൂമിക്ക് കുടയായി നിൽക്കുന്ന ഓസോൺ പാളിക്ക് നാശം സംഭവിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഭൂമിയുടെ ജൈവ വൈവിധ്യത്തെ തന്നെ ഇത് ഹാനികരമായി ബാധിച്ചേക്കാം. ചർമാർബുദം, ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവയ്ക്കും അൾട്രാവയലറ്റ് രശ്മികൾ കാരണമാകുന്നു. ഭൂമിയുടെ നല്ല ഭാവിക്കായി ഓസോൺ പാളിയുടെ സംരക്ഷണം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയായ UNEP എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു. എല്ലാ വർഷവും UNEP ഓരോ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഈ വർഷത്തെ മുദ്രാവാക്യമാണ് ഓസോൺ ജീവന്. അതുകൊണ്ട് തന്നെ ഓസോൺ പാളിയുടെ സംരക്ഷണം ഭൂമിയുടെയും ജീവന്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. നാം നിത്യേന ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, AC തുടങ്ങിയവ CFC ഒഴിവാക്കിയുള്ളവ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. ഓസോൺ സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാനും ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുവാനും നാം ശ്രമിക്കണം. മണ്ണും ജലവും വായുവും സംരക്ഷിക്കുന്നത് പോലെ നമുക്ക് ഒറ്റക്കെട്ടായി ഓസോൺ പാളിയെ സംരക്ഷിക്കാം. നന്ദി, നമസ്കാരം. Ozone layer, why are you sad? It's because we are bad. Ozone layer, you are my savior in the heart that comes from the sunlight. Ozone layer, sorry for all our mistakes in the garbage that we burn and misplace. Ozone layer, you are my everything. If you are not here, I am nothing. Ozone layer, my ozone layer, I promise to protect and take care of you. I won't do anything to destroy you. We will bring back you by planting trees. It's our promise to make you good for our Mother Earth. Dear friends, today is September 16, the World Ozone Day. As we all know, the ozone layer plays a major role in conserving the life on the earth. But this ozone layer now gets destroyed because of the unscientific activities of the human beings. Let's go through a seminar which shows you the benefits of ozone layer and the causes for the depletion of ozone layer, and about the greenhouse gases and the global warming, and what all can we do for protecting the ozone layer. September, World Ozone Day. In 19
1994, the United Nations General Assembly proclaimed 16 September as the International Ozone Day for the preservation of ozone layers. So, let's know about ozone layer. Ozone layer is a region of Earth's stratosphere that absorbs most of the sun's ultraviolet radiation. It contains a high concentration of ozone gas in relation to other parts of the atmosphere, although still small in relation to other gases in the stratosphere. Ozone layer was discovered in 1930 by the French physicists Charles Fabry and Henry Buisson. Ozone layer absorbs 97 to 99% of a sun's medium frequency ultraviolet radiation, which otherwise would potentially damage exposed life forms near the surface. Life couldn't exist without this protective layer. Without this barrier in place, all the radiation would reach the earth, damaging the DNA of plants and animals like us humans. We know that the ozone layer or the ozone shield is a region of the stratosphere of Earth which protects the Earth from the harmful ultraviolet radiations from sun, which causing eye problems, skin cancer and also premature aging by absorbing it. Every year, 16th of September is observed as the International Day for the Preservance of Ozone Layer. Then what is ozone depletion? Ozone depletion is a atmospheric phenomenon and is a major environmental problem that occurs due to human activities. The main effect of the ozone depletion is an increase in gases like chlorofluorocarbon and halons that found in sprays and refrigerators. It is also because due to the greenhouse gases that also led to global warming. We can protect the ozone layer by avoiding the consumption of gases dangerous to ozone layers and by minimizing the use of vehicles. It is necessary to protect the ozone layer without any depletion for the sustenance of our coming generations. The greenhouse gas is a gas that absorbs and emits radiant energy within the thermal infrared range. Greenhouse gases include carbon dioxide, water vapor, methane, nitrous oxide, ozone and some chemicals such as chlorofluorocarbons or CFCs. Greenhouse gases cause greenhouse effect on planets. The greenhouse effect is a natural process that warms Earth's surface. When sun's energy reaches the Earth's atmosphere, some of it is reflected back to space and the rest is absorbed and re-radiated by greenhouse gases. The absorbed energy warms the atmosphere and surface of the Earth. This process maintains Earth's atmosphere at around 33 degrees Celsius warmer than it would otherwise be, allowing life on Earth to exist. Human activities are changing Earth's natural greenhouse effect. Burning fossil fuels like coal and oil puts more carbon dioxide into our atmosphere. Too much of these greenhouse gases can cause Earth's atmosphere to trap more and more heat. This causes the Earth to warm up. Hello everyone, I am standing here to talk some words about global warming. What is global warming? Global warming is an international phenomenon where Earth's surface temperature is increasing due to the greenhouse gases in the atmosphere. Global warming is not a recent phenomenon. It is increased due to the rapid increase of industrialization, increase in population, agricultural explosion, and ever-increasing greed of countries of their economic growth. Global warming did exist hundreds of years before when civilization begins. Now, the temperature of our Earth is climbing to the highest point. So, we must take it seriously. Due to global warming, sea level will increase and flood will occur and depletion of ozone layer causes the harmful ultraviolet rays coming from sun falls on our Earth will be harmful to living beings in the planet Earth. So, we must take precaution to prevent the global warming to save our Mother Hi Earth. friends, I am standing here to talk about a few sentences about how to control greenhouse gases.
The greenhouse gases in the Earth's atmosphere are carbon dioxide, methane, water vapor, etc. The increasing amount of greenhouse gases causing global warming. There are so many ways to control greenhouse gases. Use less AC, plant trees, using renewable energy, using public transportation instead of cars. All the countries in the world facing effects of global warming. The governmental and non-governmental organizations need to take appropriate measures to control the toxic greenhouse gas. Also, every individual to protect the environment. Hope you all understood the importance of conserving ozone layer. The Earth is not going to be end with this generation. The future generation also have their right to live on this earth. So don't be greedy. Protect the earth by conserving the ozone layer. Thank you. A warm day to one and all. Today, September 16, we celebrate Ozone Day. The ozone layer is the natural part of the atmosphere. It acts like a protective sunscreen by blocking harmful UV rays from the sun. Certain chemicals like CFC, HCFC and halogens damage the ozone layer. It causes holes to form in the ozone layer. Let's watch a presentation based on this. Wednesday 16th September, International Day for the Preservation of Ozone Layer 2020. September 16 was designed by the United Nations General Assembly as the International Day for the Preservation of Ozone Layer. This designation had been made on December 19, 2000 in commemoration of the date in 1987 on which nations signed Montreal Protocol on substances that deplete ozone layer. Ozone formation. Ozone is formed when heat and light cause chemical reaction between oxides of nitrogen and volatile organic compound, which are also known as hydrocarbons. This reaction can occur both near to the ground and high in the atmosphere. Ozone is a gas found in the atmosphere consisting of 3 oxygen atoms, O3. Ozone is continuously formed and destroyed in the atmosphere by UV radiation coming from the sun. Use of ozone layer. Most ozone resides in the stratosphere, where it acts as a shield to protect Earth's surface from the sun's harmful UV radiation. With the weak of this shield, we would be more susceptible to skin cancer, cataracts, impaired immune system. What if UV rays reaches Earth? Cause skin aging and eye damage and lower your body's ability to fight off illness. What is the importance of Ozone Day? Every year of 5th September we celebrate as International Day for Preservation of Ozone Layer. The purpose of Montreal Protocol is to protect the ozone layer by reducing the products of substances that are supposed to be responsible for ozone layer depletion. Ozone depletion. Ozone depletion is a major environmental problem because it increases the amount of ultraviolet radiation that reaches Earth's surface, which increases the rate of skin cancer, eye cataracts, and genetic immune system damage. What can we do to reduce ozone depletion? Avoid the consumption of gases dangerous to ozone layer. Some of most dangerous gases are CFs, chlorofluorocarbons, halogenated hydrocarbon, methyl bromide, nitrous oxide. Minimize the use of cars. Use public transport or use cycle instead of it. Do not use cleaning products that are harmful to environment and to us. Maintain air conditioners as their malfunction cause CFC to escape into the atmosphere. Reduce the use of refrigerators. Save ozone, else you may lie on no ozone. Even if all the chemical would damage the ozone layer would ban, tomorrow ozone depletion would continue for more than a decade and it would take our planet something like 100 years to replenish the ozone already lost. The ozone layer which protects life is also at its mercy. It is important that we as individuals educate ourselves of the truth concerning the depletion of ozone. If each human in the world would be willing to make a small sacrifice for the greater good, the future of our ozone layer would be undoubtedly secure. The earth is my home, I promise.
sea and